പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ നയിക്കുവാമേ. കർത്താവിൽ പ്രിയമുള്ളവരെ, നമുക്ക് വിശുദ്ധ 50 നോമ്പിൻ്റെ 5-ാമത്തെ എപ്പിസോഡാണ് ചെയ്യുന്നത്. നമുക്ക് നോമ്പിൽ എല്ലാവരും ഇപ്പോൾ പലയിടത്തും വചന പ്രഘോഷണവും ധ്യാനവും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനൊന്നും പോകാത്തവർക്കും പോകുന്നവർക്കൊക്കെ ആയിട്ട് പ്രത്യേകമായിട്ട് ഒരു ചിന്തിക്കുന്നതിന്, പോകാൻ കഴിയാത്തവർക്ക് അതൊന്ന് ധ്യാനിക്കുന്നതിന് വേണ്ടിയാണ് ഞാനത് ഉദ്ദേശിച്ചാണ് ചെയ്യുന്നത്. സാധാരണക്കാർക്ക് ചിലപ്പോൾ പോകാൻ പറ്റാത്തവർ, രോഗികളും എല്ലാവരും കാണും. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ചെറുതായിട്ടൊന്ന് നമുക്ക് ധ്യാനിക്കുകയോ ഒക്കെ ചെയ്യാം. ചെറിയ ഒരു സഹായം എന്നാലാവുന്നത് ഞാൻ ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് നോയമ്പ് ചിന്തയിൽ നമ്മൾ ഈ നോയമ്പ് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ പറ്റിയാണ് കൂടുതൽ ഞാൻ പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം അഹങ്കാരവും അതിനെതിരായിട്ടുള്ള പുണ്യങ്ങൾ, വിനയവും എളിമയും വിനയവും അത് നേടുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നു. എന്നിട്ട് സ്നേഹത്തിൻ്റെ കാര്യവും പറഞ്ഞു അതിന് മുൻപുള്ള വീഡിയോകളിൽ. അപ്പം നമുക്ക് നോയമ്പിൽ സ്നേഹമില്ലാതെ വർജനയോ എന്ത് പ്രാർത്ഥനകളോ എത്ര ധ്യാനങ്ങളോ എത്രയായാലും നമുക്ക് അതിൽ പ്രയോജനമില്ല. സ്നേഹമായിരിക്കണം വലുത്. ദൈവത്തോടു കൂടിയായിരിക്കുന്നവൻ ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൽ ആയിരിക്കണം. ആ സ്നേഹം അവരും കൂടെ പങ്കിട്ടെടുക്കുകയാണ് ദൈവത്തിൽ നിന്ന്. അപ്പോൾ അത് കിട്ടാത്തവന് അവൻ നോമ്പ് കുഴപ്പമാണെന്നർത്ഥം. അത് നമുക്ക് അതായത് കുഴപ്പമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പ്രയോജനവും ഇല്ല, പകരം പാപവും കൂടെ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നോയമ്പിൽ എപ്പോഴും സ്നേഹം ഉണ്ടായിരിക്കണം. പിന്നെ പുണ്യപ്രവർത്തികൾ ചെയ്യണം. ഞാൻ പറഞ്ഞ ആത്മശോധന എല്ലാ ദിവസവും കഴിയുന്നുവെങ്കിൽ കിടക്കുന്നതിന് മുൻപ്, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ ആഴ്ചയിൽ ഞാൻ ചെയ്ത പുണ്യപ്രവർത്തികൾ, ജീവകാരുണ്യ പ്രവർത്തകർ എന്തെല്ലാം ചെയ്തിട്ടുണ്ട് ഈ നോയമ്പ് എന്നെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി എന്ന് ഒരു ആത്മശോധന ചെയ്യണം. അല്ലാതെ ഇരുന്നാൽ നമുക്കൊന്നും മനസ്സിലാകത്തില്ല നമ്മൾ ഏതവസ്ഥയിലാണെന്ന്. അപ്പോൾ അങ്ങനെ ഇത് കേട്ടവരോ കാണുന്നവരോ ഒക്കെ ചിന്തിച്ചിരിക്കുമെന്ന് കരുതുന്നു. അങ്ങനെ ചെയ്തിരിക്കും. ചിന്തിച്ചാൽ പോരാ, അത് ആക്ഷൻ, പ്രവൃത്തിയിൽ വരണം. നമ്മൾ വായ കൊണ്ട് പറയുകയല്ല നോയമ്പ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്ന് കർത്താവ് പറഞ്ഞു തന്ന അന്ത്യവിധിയുടെ ആ കാലത്തെ പറ്റി നമുക്കൊന്ന് നോക്കാം. അന്ത്യവിധി എങ്ങനെയാണെന്നാണ് കർത്താവ് അതിൻ്റെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നതെന്ന് ഉള്ളത്, ആ മാനദണ്ഡം നമ്മളെ വിധിക്കുന്നതിന് അത് എന്താണെന്നാണ് ഇവിടെ ഞാൻ ചിന്തിക്കുന്നത്. അത് നമുക്ക് എല്ലാവർക്കും കൂടെ ചിന്തിക്കാം. കർത്താവ് ഈ നോയമ്പ് അതിന് ഏറ്റവും പ്രസക്തമാണ്. നോയമ്പ് കാലങ്ങളെല്ലാം തന്നെ, ഇതെന്നല്ല എല്ലാം തന്നെ. അപ്പോൾ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31 മുതൽ 46 വരെയുള്ള വാക്യങ്ങളാണ് അന്ത്യവിധിയെപ്പറ്റി കൂടുതലും പറയുന്നത്. അപ്പോൾ അവിടുന്ന് പ്രധാനപ്പെട്ട ഭാഗം ഞാനൊന്ന് വായിക്കാം. അവൻ്റെ മുൻപിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. 32-ാം വാക്യം മുതൽ. ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. അവൻ ചെമ്മരിയാടുകളെ തൻ്റെ വലത്തുവശത്തും കോലാടുകളെ ഇടത്തുവശത്തും നിർത്തും. അനന്തരം രാജാവ് തൻ്റെ വലത്തുഭാഗത്തുള്ളവരോട് അരുളി ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ ഒരു പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ
നീതിമാന്മാർ ഇങ്ങനെ മറുപടി പറയും, കർത്താവേ, നിന്നെ ഇങ്ങനെയൊക്കെ ഞങ്ങൾ എപ്പോഴാണ് കണ്ടത്? ഞാൻ ചുരുക്കത്തിലൊക്കെ പറയുകയാണ്. എങ്ങനെയാണ് കണ്ടത്? ഇതെല്ലാം ഞങ്ങൾ എപ്പോഴാണ് ചെയ്തത്? ഇപ്പോൾ രാജാവ് മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന്. ഈ എളിയ സഹോദരൻ എന്ന് പറഞ്ഞാൽ അവിടെ ശിഷ്യന്മാരുണ്ട്. ശിഷ്യന്മാരിൽ എല്ലാവരും തന്നെ അപ്പോസ്തലന്മാർ മാത്രമല്ല, ശിഷ്യരായിട്ട് കർത്താവിനെ വിശ്വസിച്ച് കർത്താവിനെ സ്വീകരിച്ചവരൊക്കെ ശിഷ്യന്മാരാണ്. അപ്പോൾ അവരൊക്കെ എളിയവരാണ്. കാരണം എല്ലാം വിട്ട് കളഞ്ഞ് ഈ അപ്പോസ്തലന്മാരാണെങ്കിൽ സർവ്വതും ഉപേക്ഷിച്ച് ഒന്നുമില്ലാത്തവർ, അതാണ് എളിയവരെന്ന് പറഞ്ഞത്. ഒരു ആശയും ആഗ്രഹവും ലോകത്തിൻ്റേതായിട്ടുള്ളത് ഒന്നുമില്ലാത്തവർ. അപ്പോൾ ഒന്നുമില്ലാത്തവരവർ എളിയവരാണ്. ഈ എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് കർത്താവ് പറയുന്നു. അപ്പോൾ ചെയ്യാത്തവരുടെ കാര്യമോ ഇടതു ഭാഗത്തുള്ളവരോട് പറയുന്നതാണ്, എനിക്ക് വിശന്നു, ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. അപ്പോൾ അവർ ചോദിക്കും, കർത്താവേ, ഞങ്ങൾ എപ്പോഴാണ് ഇതൊക്കെ ഞങ്ങൾ ചെയ്യാതിരുന്നത്? നിന്നെ എപ്പോഴും കണ്ടു, നിന്നെ എങ്ങനെയാണ് ഞങ്ങൾ അറിയാതിരുന്നത്? ഞങ്ങൾ എപ്പോഴും ചെയ്യാതിരുന്നു? കണ്ടില്ലല്ലോ. അപ്പോൾ എളിയവരിൽ ഒരുവനെ നിങ്ങൾ അപ്പോൾ പറയുന്നേ 45-ാം വാക്യം, അവൻ മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ഏറ്റവും എളിയവരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത്. അപ്പോൾ അവിടെ കൊടിയ ശിഷ്യന്മാർക്ക് മാത്രമല്ല, ലോകാവസാനം വരെയും കർത്താവിൻ്റെ ഒന്നുമില്ലാത്തവരായിട്ട് എളിയവരായിട്ട് കാണുന്നവർ, അവരുടെ എളിയവരാണ് ഒന്നുമില്ലാത്തവർ, നമ്മുടെ ചുറ്റുപാടും കാണുന്നവർ, എല്ലാവരെയും കൂടെ ഉദ്ദേശിച്ച് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് നിങ്ങൾ ചെയ്യാതിരുന്നത്. ഇവർ നിത്യശിക്ഷയിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പ്രവേശിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ എപ്പോഴും കർത്താവിനെ കണ്ട് കർത്താവിന് വേണ്ടി ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം കർത്താവിന് ചെയ്യുക എങ്ങനെയാണ് നമ്മൾ കർത്താവിന് ചെയ്യുന്നത്? ദൈവാലയത്തിൽ കൊടുക്കുക, മാസവരികളും മറ്റ് പ്രസാരങ്ങളും മറ്റു ഉള്ള എല്ലാ അങ്ങനെയുള്ള സംഭാവനകളും എല്ലാം കർത്താവിന് കൊടുക്കുക, അതാണ് ചെയ്യുന്നത്. അപ്പോൾ കർത്താവിന് കൊടുക്കുന്ന നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ നമ്മൾ അവഗണിക്കുന്നു. അവിടെ തന്നെ എത്രയോ സഹായങ്ങൾ അർഹിക്കുന്നവരുണ്ട്. ആരെങ്കിലും ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ എന്ന് ആശിക്കുന്നവർ ആ സമൂഹത്തിൽ തന്നെ ഉണ്ട്. നമ്മൾ ചുറ്റുപാട് വസിക്കുന്ന ഭവനത്തിന് ചുറ്റുപാടുമുണ്ട്. നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് എത്രയോ പേര്. ഈ പള്ളികളിലൊക്കെ നമ്മളിത് ചെയ്യുമ്പോൾ അവിടെ തന്നെ ഉണ്ട് ഇതൊക്കെ അർഹിക്കുന്നവർ, ആഗ്രഹിക്കുന്നവർ. വെളിയിൽ കാണത്തില്ലായിരിക്കും, അവർ പറയത്തില്ല, അവരുടെ ആത്മാഭിമാനം കൊണ്ട്. ഇല്ലായ്മ മറ്റാരും അറിയരുത്, ഒരു നഗ്നത അനാവൃതമാക്കരുത് എന്നുള്ളത് കൊണ്ട് അവർ പറയുന്നില്ല, അറിയിക്കുന്നില്ല. മൂടി പൊതിഞ്ഞപ്പോഴും എല്ലാവരേക്കാളും ഉള്ളവനായി വദനരായി അവർ നടക്കുന്നു. അപ്പോഴത് എങ്ങനെ ഞങ്ങൾ അറിയുന്നു അവർക്ക് ചെയ്യേണ്ടതെന്നുള്ളതിന് യാക്കോബ് പറയുന്നുണ്ട്. അതായത് നിലം ഒരിക്കലും കർഷകൻ്റെ അടുത്തോട്ട് ചെന്ന് ദാനങ്ങൾ സ്വീകരിക്കുന്നില്ല. വിത്ത്, വളം, വെള്ളം ഇതൊക്കെ സമയങ്ങളിൽ അങ്ങോട്ട് ചെന്ന് സ്വീകരിക്കുകയല്ല ചെയ്യുന്നത്. പിന്നെയോ ഈ വിതക്കാരൻ അല്ലെങ്കിൽ കർഷകൻ അവിടെ ചെന്ന് വിതയ്ക്കുകയാണ് വയലിലോട്ട്. അവിടെ ചെന്ന് വളവും ചെയ്യുന്നു. അതിന് വേണ്ടുന്ന ശുശ്രൂഷകളൊക്കെ അത് വളർന്നു വന്ന് ഫലവത്തായി തീരുന്നതിന് വേണ്ടി ചെയ്യുന്നു, വെള്ളം കൊടുക്കുന്നു, എല്ലാം ചെയ്യുന്നു. അതുപോലെ നമ്മൾ ഓരോരുത്തരും ഓരോ വിശ്വാസികളും നൊയമ്പ് നോക്കുന്നവർ അല്ലാത്തവരും നൊയമ്പ് നോക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു എംഫസൈസ് കൊടുക്കുന്നുണ്ട്, ഒരു ഊന്നലുണ്ട്. അതായത് ഒരു പ്രത്യേക പ്രാധാന്യമുണ്ട്. കാരണം നോമ്പ് നോക്കുന്നത് അതിനു വേണ്ടിയാണെന്നാണ് വൈപ്പ്. ലോകത്തെ ബോധ്യപ്പെടുത്തുന്നു, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നു, ദൈവത്തെയും ബോധ്യപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുകയാണ്. എന്നിട്ടിത് കാപട്യമാണെങ്കിലും ഇതൊന്നും ചെയ്യാതെ വലിയ വഞ്ചനയാണ്. ദൈവത്തെ വഞ്ചിച്ചു, ജനങ്ങളെ വഞ്ചിച്ചു, സമൂഹത്തെ വഞ്ചിച്ചു. അപ്പോൾ വലിയ പാപങ്ങൾ നമ്മൾ അതോടൊപ്പം ചെയ്തു കൂട്ടുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ നോമ്പ് നോക്കണോ? ദൈവം ഇത് കർത്താവ് തന്നത് കർത്താവിനോട് കൂടി ആയിരിക്കാൻ, കർത്താവിനെ പോലെ ആയിരിക്കാനാണ് നോമ്പ് നോറ്റത്. അപ്പോൾ
നമ്മൾ ദൈവരാജ്യത്തിന് തൻ്റെ രാജ്യം, തൻ്റെ സാമ്രാജ്യം നമുക്ക് വേണ്ടി മാറ്റി വയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അതിനുള്ള അവകാശം മുദ്രയിട്ട് അവിടെ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ നോയമ്പ് ഇതുപോലെ നോക്കുന്നതുകൊണ്ട്, ഭംഗിയായിട്ട് നോക്കുന്നതുകൊണ്ട്, കുറ്റമറ്റ രീതിയിൽ നോക്കുന്നതുകൊണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മൾ കണ്ടുമുട്ടുന്നവർ നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യാതിരുന്നത് വലിയ അപരാധമായി പോയെന്ന് അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്. കർത്താവ് ഇത് പറയുമ്പോൾ അന്ത്യവിധിക്ക്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മളത് ചിന്തിക്കണം. അപ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മൾ പറയും, നമുക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്, നമ്മുടെ വീട്ടിലുള്ളവർക്ക് കൊടുക്കുന്നുണ്ട്, അയൽക്കാർക്ക് കൊടുക്കുന്നുണ്ട്, നമ്മുടെ കുടുംബങ്ങളിൽപ്പെട്ടവർക്ക്, ബന്ധുക്കൾക്ക് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. ആർക്കാണ് കൊടുക്കുന്നത്? ഇഷ്ടം പോലെ ഉള്ളവർക്കല്ലേ കൊടുക്കുന്നത്. ധാരാളം ഉള്ളവർക്ക് അവർക്ക് സഹായം ആവശ്യമുണ്ടോ? കൊടുക്കുന്നത് അവർ വാങ്ങിക്കുന്നു, സ്വീകരിക്കുന്നു. വിശുദ്ധ യാക്കോബ് അതായത് വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഒരു ധനവാൻ അവിടെ വരുമ്പോൾ അവനെ ഭംഗിയായിട്ട് വസ്ത്രധാരണം ചെയ്തു, സ്വർണ്ണ മോതിരങ്ങളുമൊക്കെ അണിഞ്ഞ് അവിടെ വരുമ്പോൾ അവനെ സ്വീകരിച്ചിരുത്തി അവനെ വേണ്ടുന്നതെല്ലാം ചെയ്യും. വേണ്ടുന്നതെല്ലാം ആഹാരങ്ങളും എല്ലാം അവന് നിർബന്ധിച്ച് അവനെ കൊണ്ട് കഴിപ്പിക്കും, തീറ്റിക്കും. പക്ഷേ ഒരു സാധാരണക്കാരൻ വന്നാൽ, നീ ഇവിടെ എൻ്റെ പാദത്തിലിരി, എൻ്റെ കാലൊക്കെ ഒന്ന് തിരുമ്മി തന്ന് ഞാൻ പറയുന്നതെല്ലാം കേൾക്കുക, അവസാനം പറയും, നിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നും പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കാം എന്നും പറഞ്ഞ് വിട്ടാൽ അതിൻ്റെ ഫലം എന്താണ്? അപ്പോൾ എന്താണ് ചെയ്തത്? ദൈവത്തെയും കൂടെ കളിപ്പിക്കാൻ നോക്കിയാണ്. ദൈവം പറഞ്ഞ ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരായ ഈ എളിയവർ, കർത്താവ് പറയുന്നല്ലോ, അവർക്ക് ചെയ്തപ്പോൾ എനിക്കാണ് ചെയ്തത്, ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് നിങ്ങൾ ചെയ്തില്ല, എന്നെ നിങ്ങൾ നിരസിച്ച് കളഞ്ഞു എന്നാണ്. അപ്പോൾ കർത്താവിനെ നിരസിക്കുകയാണ്, ചെയ്തില്ലെന്ന് വന്നപ്പോൾ കർത്താവിനെ നിരസിക്കുകയാണ്, ദേഷിക്കുകയാണ്, അവിടുന്ന് ഓടിക്കുകയാണ്. നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതിന് അവമാനം, കാരണം കൈ നീട്ടി നിൽക്കുന്നത് ഒന്നുമില്ലെന്നും പറഞ്ഞ്, അല്ലേ? അപ്പോൾ അതാണ് ഇവിടെ കർത്താവ് പറയുന്നത്. അപ്പോൾ അവിടെ വന്ന് ആ സാധുവിനോട്, നമ്മുടെ നോയമ്പിൻ്റെ പ്രാർത്ഥനയോട് നീ അങ്ങനെ പറഞ്ഞാൽ നിന്നെ ദൈവം നോക്കിക്കൊള്ളും, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നീ നല്ലപോലെ ഇരുന്ന് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ധ്യാനിക്കുക, അല്ലെങ്കിൽ ധ്യാന വേദിയിലോട്ട് പോവുക. അവൻ്റെ ആവശ്യത്തിന് പൊരിഞ്ഞ വയറിന് അവൻ ആഹാരം കൊടുത്തില്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞിട്ട് എന്താണ് ഫലം? നമ്മുടെ മുമ്പിലുള്ള പ്രാർത്ഥനയിലുള്ള ഭാഗങ്ങളാണ് ഇതൊക്കെ. അതിൻ്റെ ഒരു രൂപം ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ച് അങ്ങനെ ചെയ്യുന്നവന് നോയമ്പ് നോക്കാതിരിക്കുന്നത് നല്ലത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവൻ്റെ നോയമ്പ് പരിമളത്തിന് പകരം, നോയമ്പിൽ നിന്ന് പരിമളമാണ് ഉയരേണ്ടത്. കർത്താവിൻ്റെ മുൻപിൽ ധൂപകലശത്തിൽ നിന്ന് ഉയരുന്നത് പോലെ നമ്മുടെ വായിൽ, നമ്മുടെ മനസ്സിൽ നിന്ന് ആകുന്ന ധൂപത്തിൽ നിന്ന്, ധൂപകുറ്റിയിൽ നിന്ന്, ധൂപപാത്രത്തിൽ നിന്ന് നമ്മുടെ ഈ നന്മപ്രവൃത്തികളാകുന്ന നമ്മുടെ അധരങ്ങൾ അവനെ ആശ്വസിപ്പിച്ച് ചേർത്ത് പിടിച്ചു അവന് കൊടുക്കുന്നു. ഇതല്ല, അതിൽ നിന്ന് വരുന്ന അവനെ ശുശ്രൂഷിക്കുന്ന, അവന് വേണ്ടുന്ന ആശ്വാസവും കൊടുക്കുന്ന, അപ്പോൾ അതിൽ നിന്ന് വരുന്ന ആ പരിമളം നിറഞ്ഞ ധൂപമായിട്ട് പരിമളവും കൂടെ അതിൻ്റെ കൂടെ വരുന്നു. ആ പരിമളമാണ്. ഇതിന് പകരം നമ്മൾ ഇങ്ങനെ ചെയ്യാത്തപ്പോൾ എന്താണ് ചെയ്യുന്നത്? അവന് ചെയ്യാതിരുന്നപ്പോൾ, കൊടുക്കാതിരുന്നപ്പോൾ, അവനെ സ്വീകരിക്കാതിരുന്നപ്പോൾ അവിടുന്ന് പരിമളത്തിന് പകരം ദുർഗന്ധമാണ് വരുന്നത്. അതാണ് കർത്താവിൻ്റെ സന്നിധിയിൽ ദുർഗന്ധമാണോ കടത്തി വിടേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കണം. അത് വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം. അപ്പോൾ നമ്മൾ ഈ നോയമ്പ് കാലത്ത് ഇത്രയും ദിവസം നമ്മൾ പിന്നിട്ടു, നമ്മൾ പാതി നോയമ്പ് കഴിഞ്ഞു. ഇനിയും ഉള്ള ദിവസങ്ങളിലെങ്കിലും വീഴ്ച പറ്റിയിട്ടുള്ളവർ, ഞാൻ പറഞ്ഞ ആത്മശോധന ചെയ്യുന്ന കാര്യം, ആ പരിശോധന ചെയ്തിട്ട് വീഴ്ചയുണ്ടെങ്കിൽ അത് തിരുത്താൻ നോക്കുക. നമുക്കതിനു വേണ്ടി ഒരു പ്രത്യേക പ്രാർത്ഥന, ഞാൻ വിചാരിക്കുന്നു, ഒരു പ്രാർത്ഥനയുണ്ട്. ഞാനെപ്പോഴും പ്രാർത്ഥിക്കുന്നതാണ്, നോയമ്പ് കാലത്ത് മാത്രമല്ല അല്ലാത്തപ്പോഴും പ്രാർത്ഥിക്കുന്നതാണ്. നമുക്ക് കർത്താവേ, എൻ്റെ ബോധതലങ്ങളും അധരങ്ങളും നാവുകളും എല്ലാം അങ്ങയുടേതുപോലെ ആക്കി തീർക്കണമേ. അവിടുത്തെ ബോധതലങ്ങളും നാവും അധരവും എല്ലാം എപ്രകാരമായിരുന്നുവോ അവിടുന്ന് ജീവിച്ചിരുന്നപ്പോൾ, അതുപോലെ തന്നെ എൻ്റെ അധരത്തെയും എൻ്റെ നാവിനെയും എൻ്റെ ബോധതലങ്ങളെയും അതുപോലെ ആക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. ഒരു ചെറിയൊരു പ്രാർത്ഥനയല്ലേ. ഞാനിത്ര ഇച്ചിരിയുടെ 2-3 പ്രാവശ്യം വിശദീകരിച്ച് പറഞ്ഞതേ, ഒറ്റ ഇതായിട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ ആ പ്രാർത്ഥന എപ്പോഴും നമ്മളെ ഇതിന് സഹായിക്കും. അപ്പോൾ എപ്പോഴും ഉരുവിട്ടുകൊണ്ടിരിക്കാം ഈ പ്രാർത്ഥന.
അപ്പം നമുക്ക് അപ്പോൾ ഇത് മാത്രമല്ല, അപ്പോൾ ചിലപ്പോൾ ഈ കാണുന്നവർ, ഈ സഹായം അറിയിക്കുന്നവർ, കാണുന്നവർ നമുക്ക് ഇഷ്ടമല്ലാത്തവരായിരിക്കും. ഈ ഇഷ്ടമില്ലാത്തവരെ ആയിരിക്കും കാണുന്നത്. എനിക്ക് വലിയ വെറുപ്പുള്ളവരെ ആയിരിക്കും, അല്ലെങ്കിൽ എനിക്ക് ഒരുപക്ഷെ വല്ലപ്പോഴും ദ്രോഹം ചെയ്തിട്ടുള്ളവരായിരിക്കും, അല്ലെങ്കിൽ ഞാൻ അവനെ ഇല്ലായ്മ ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതായിരിക്കും. എങ്ങനെയെങ്കിലും അകറ്റി നിർത്തണമെന്ന്. ഇല്ലായ്മ ചെയ്യുമെന്ന് പറഞ്ഞാൽ അകറ്റി നിർത്തുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്ക് എങ്ങനെയാണ് നമ്മൾ സഹായം കൊടുക്കേണ്ടുന്നത്? അവന് ആവശ്യമുണ്ടെന്ന് ബോധ്യം അവൻ ചോദിക്കത്തില്ലായിരിക്കും. അവൻ ഒഴിഞ്ഞു മാറും നമ്മളെ കാണുമ്പോൾ തന്നെ. കാരണം നമ്മളുടെ ഉള്ള ക്രോധം അവൻ്റെ പേരിലുണ്ട്, അവനോടുണ്ട്. അതുകൊണ്ട് അപ്പോൾ അത് ചെയ്യേണ്ടുന്നത് അവനോട് ദേഷ്യമില്ല, സ്നേഹത്തോടെ, കർത്താവ് പറഞ്ഞിരിക്കുന്ന പോലെ ആ സ്നേഹത്തോടെ തന്നെ അവനോട് ഇടപെട്ട് അവനോട് വിളിച്ച് അവന് സഹായം ചെയ്യണം. അവൻ്റെ അടുത്തോട്ട് പോകണം, അവൻ വരുത്തില്ല. ഇവിടെ അപ്പോൾ നമ്മൾ അതിൽ ഇത് പറയുന്നുണ്ട്, കാനാന്യ സ്ത്രീയുടെ ഒരു ഉപമ കർത്താവ് പറയുന്നുണ്ടല്ലോ. കർത്താവ് സുവിശേഷത്തിലെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെ പറയുന്നുണ്ട്. മാർക്കോസ് 7-ാം അധ്യായം 24 മുതൽ 30 വരെ ഉള്ള അതവിടെ കനാന്യ സ്ത്രീ എന്നല്ല മാർക്കോസ് പറയുമ്പോൾ ഗ്രീക്ക് വംശജയാണ്. അപ്പോൾ ഇവിടെ മത്തായി അത് പറയാൻ കാരണം യഹൂദർക്ക് ഗ്രീക്കുകാരോട് ഉള്ളതിനേക്കാളും കൂടുതൽ പകയാണ് ആദ്യകാലം മുതൽ ഉണ്ട് കാനാന്യരോട്. അപ്പോൾ അതങ്ങനെ അവിടെ മത്തായി കാനാന്യ സ്ത്രീ എന്നുള്ളത് ആക്കി മാറ്റിയത്. പക്ഷേ ഇതേ സ്ഥലവും ഇതേ സന്ദർഭവും ഇതേ സാഹചര്യവും ചുറ്റുപാടുകളുമാണ് മർക്കോസ് പറയുന്നത്. അവിടെ ഗ്രീക്ക് വംശജയായ സ്ത്രീ, സിറോഫിനിഷ്യൻ അപ്പോൾ ആയ ഗ്രീക്ക് വംശജ എന്ന് പറയുന്നത്. അപ്പോൾ മർക്കോസ് എഴുതി കഴിഞ്ഞിട്ടാണ്, മർക്കോസിൽ നിന്നാണ് മത്തായി കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്തിരിക്കുന്ന, മിക്കവാറുമുള്ള ഭാഗങ്ങളൊക്കെ. അപ്പോൾ മത്തായി ചിന്തിച്ചിട്ടുണ്ട്, വിശുദ്ധ മത്തായി ചിന്തിച്ചത് അത് യഹൂദ കാനാനിയരാകുമ്പോൾ കുറച്ചുകൂടെ അത് യോജിക്കുമെന്ന്. അപ്പോൾ ഇഷ്ടമില്ലാത്ത, അപ്പം യഹൂദർ യഥാർത്ഥത്തിൽ മറ്റുള്ളവരെ നായ്ക്കളെന്നും തേളുകളെന്നും പാമ്പുകളെന്നും ഒക്കെ ഇഷ്ടമില്ലാത്തവരെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാനിവിടെ പറഞ്ഞു വന്നത്. അങ്ങനെ ഇഷ്ടമില്ലാത്തവരെ കാണുമ്പോഴാണ് കർത്താവ് അവിടെ കണ്ടു, അവിടെ വന്നു. കർത്താവ് അവരോട് പറയുന്നത്, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുന്നത് ഉചിതമല്ല. 26-ാം വാക്യം പറഞ്ഞു, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. അപ്പോൾ അവിടെ എന്താണ് അവിടെ അങ്ങനെ പറയുന്നത്? അവിടെ പറയുന്നത് യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ നായ്ക്കളും തിന്നുന്നുണ്ടല്ലോ. അപ്പോൾ മേശയുടെ അടുത്ത് അവിടെ മക്കളൊക്കെ കഴിക്കുമ്പോൾ ചില നായ്ക്കളും അവിടെ വന്ന് ഇരുന്നിരിക്കും. ഒരു സാധാരണ സാധാരണപ്പെട്ട ഒരു ഭവനത്തിൽ അങ്ങനെ ആയിരിക്കും. വലിയ ഭവനങ്ങളിലൊക്കെ വേറെ കാണും അതിനുള്ള നായ്ക്കൾക്കുമൊക്കെ ഉള്ള സ്ഥലം. അവിടെ വന്ന് ഇരുന്നിരിക്കും, അവർ ഓമനിച്ച് വളർത്തുന്നതാണെങ്കിൽ. അപ്പോൾ അവർക്ക് ഈ താഴെ വീഴുന്നത് അത് തിന്നുന്നുണ്ടായിരിക്കാം. അന്നത്തെ കാലത്തെ കാര്യമാണ് പറയുന്നത്, ഇന്നും കൊണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഉള്ളത് അങ്ങനെ അവിടുന്ന് ഈ നായ്ക്കളും തിന്നുന്നുണ്ടല്ലോ എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഇത് മക്കളുടെ അപ്പം, മക്കൾ ഭക്ഷിച്ച് കഴിഞ്ഞിട്ട് മിച്ചമുള്ളതാണ് അവർക്ക് കൊടുക്കുന്നത്. ആർക്കാ? നായ്ക്കൾക്കോ മറ്റ് വെളിയിലോട്ട് യാചകരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് ധനവാൻ്റെ ലാസറിൻ്റെ ഉപമയിൽ നമ്മൾ പറയുന്നുണ്ട്, പടിപ്പുരയുടെ അപ്പുറത്ത് കിടപ്പുണ്ട്. അപ്പോൾ അതുപോലെ ഉള്ളത് കൊടുക്കുന്നത്, ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുക. അങ്ങനെ എറിഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ വീഴുന്നത് നായ്ക്കൾ അങ്ങോട്ട് ചെന്ന് അവിടെ കയറി പറ്റുന്നതാണെങ്കിൽ അവിടെ നിന്ന് തിന്നുന്നുണ്ടല്ലോ എന്ന് പറയുന്നു. അപ്പോൾ കർത്താവ് അവിടെ ഇഷ്ടമല്ലാത്തവരാണ് യഹൂദൻ എന്നുള്ള നിലയിൽ അവർ വെറുക്കുന്നവരാണ്. അപ്പം മറ്റ് യഹൂദർ ചുറ്റും കൂടിയിരിക്കുന്നവർ, അവർ സ്ക്രൈബുകൾ, ഫരിസേയർ, നിയമജ്ഞർ, ഇവരെല്ലാം ഉണ്ട്. അപ്പോൾ കർത്താവിനെ പരീക്ഷിക്കാൻ വന്നവരും ഒക്കെ അവരുടെ കൂട്ടത്തിലുണ്ട്, അവരൊക്കെ ഈ കൂട്ടത്തിൽ നിന്നൊക്കെ. അപ്പോൾ അവരെല്ലാം കേൾക്കാൻ, അവർക്ക് ബോധ്യപ്പെടണം നിങ്ങളെക്കാളും ബെറ്റർ അവരാണ് വിശ്വാസികൾ, അവരാണ് നന്മ ചെയ്യുന്നവരെന്ന് അറിയണം. അതിനാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ നല്ല സമ്പ്രദായക്കാരൻ്റെ ഉപമ പറയുന്നത്, അവരാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട്
അത് കർത്താവ് അവിടെ ചെയ്ത് എന്താ, ഇഷ്ടമില്ലെങ്കിലും അവരെ സഹായിക്കുന്നു, ഇല്ലേ? ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പറയുന്നു, നിൻ്റെ ഈ വിശ്വാസം വലുതാണ്, നിനക്ക് ആഗ്രഹിക്കുന്ന പോലെ നിനക്ക് ഭവിക്കട്ടെ. ഇവിടെ മർക്കോസ് പറയുന്നത്, നിൻ്റെ ഈ വാക്ക് മൂലം നീ ആഗ്രഹിക്കുന്നത് ഭവിക്കട്ടെ, നിനക്ക് നന്മ ആകട്ടെ, സുഖം പ്രാപിക്കട്ടെ എന്ന് പറയുന്നു. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളതായി. അപ്പോൾ നമ്മൾ ഇഷ്ടമില്ലാത്തവരെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇഷ്ടമില്ലാത്തവരെ കണ്ട് നമ്മൾ ഇതുപോലെ ചെയ്യണം പറഞ്ഞാലും മനസ്സിലുണ്ട്, നമ്മളിതുപോലെ പറയണമെന്നല്ല. കർത്താവ് നായെന്ന് അവളെ വിളിച്ചെന്നൊക്കെ ഓരോരുത്തർ കൊട്ടി ഘോഷിച്ച പറയാം. കർത്താവ് ഒരിക്കലും നായെന്നൊന്നും വിളിക്കത്തില്ല. ആരെയും അങ്ങനെ വിളിക്കുക, അങ്ങനെ കർത്താവ് ജീവിതത്തിലെല്ലാം എന്തെല്ലാം നടന്നാരെങ്കിലും വിളിച്ചോ? ഒന്നും വിളിക്കത്തില്ല. കർത്താവ് വിളിച്ചിട്ടില്ല. അന്നത്തെ ഒരു വീക്ഷണം, ഒരു കൺസെപ്റ്റ് അങ്ങനെ ആയിരുന്നു. മറ്റുള്ളവർ വിജാതീയരെ, യഹൂദർ സാധാരണ പറയുവാൻ നായ്ക്കളെന്ന്. പക്ഷേ കർത്താവ് അവിടെ പറഞ്ഞു കാണത്തില്ല. അതാണ് പറഞ്ഞത്, താഴെ ഇരിക്കുന്ന നായ്ക്കൾക്ക് കൊടുക്കാനുള്ളതല്ല മക്കളുടെ അപ്പമെന്ന്. മക്കൾ ഭക്ഷിച്ച് കഴിഞ്ഞിട്ട് മിച്ചമുണ്ടെങ്കിൽ അതിന് മുൻപേ അവിടെ കൊടുക്കാൻ പറ്റത്തില്ല എന്നാണ് അതിൻ്റെ വ്യംഗ്യം. പകരം നമ്മൾ പ്രസംഗിച്ച് പൊലിപ്പിക്കുന്നതിന് വേണ്ടി നായെന്ന് വിളിച്ചു, എന്നിട്ട് അവൾ കരഞ്ഞുകൊണ്ട് കേട്ടുകൊണ്ട് നിന്നു കർത്താവിൻ്റെ മുൻപിൽ അത് അവതരിപ്പിച്ചു. എനിക്ക് സൗഖ്യമാണ് വലുത്, എനിക്ക് അവിടെ അതിൽ വിശ്വാസമാണ് എന്ന് പറഞ്ഞത് അങ്ങനല്ല. കർത്താവ് നായെന്നൊന്നും വിളിക്കത്തില്ല കേട്ടോ. അങ്ങനെയുണ്ടെങ്കിൽ എല്ലാവരെയും ഒരുപാട് പേരെ വിളിക്കണം കേട്ടോ, അങ്ങനെയൊന്നും വിളിച്ചിട്ടില്ല. പക്ഷേ കാര്യം പറഞ്ഞ ഇതാണ്, അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. ചുറ്റുമുള്ള യഹൂദർക്ക് മനസ്സിലാകണം, മറ്റുള്ളവർ നിങ്ങൾ നായ്ക്കളെന്ന് വിളിക്കുന്ന ആരാ? ഈ യഹൂദർ. അവരുടെ ആ വിശ്വാസം ഇവിടെ കർത്താവിന് ഒരു എടുത്ത് കാണിക്കണം. അതിനു വേണ്ടിയായിരുന്നത്. ഞാൻ ഈ ബൈബിൾ ആ ഭാഗമൊക്കെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കാം. അപ്പോൾ ഞാൻ പറയുന്നത് അതുപോലെ തന്നെ കർത്താവ് പറയുന്നുണ്ട്. നമ്മൾ യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ട്, വയലിൽ നമ്മൾ വിതയ്ക്കാൻ പോകുന്നത് യാക്കോബ് എങ്ങനെ പറഞ്ഞ വിശുദ്ധ യാക്കോബ് അവിടെ പോയി കർഷകൻ വിതയ്ക്കുകയാണ്. അതുപോലെ നമ്മൾ ഈ ആവശ്യമുള്ളവൻ്റെ അടുത്തോട്ട് ചെല്ലണം. അത് ഇതിവിടെ യോഹന്നാൻ്റെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 5-ാം അധ്യായം 1 മുതൽ 9 വരെ പറയുന്നുണ്ട് ഒരു തളർവാദ രോഗിയുടെ കാര്യം. അപ്പോൾ കർത്താവ് ജനിക്കുന്നതിനും ഏതാണ്ട് 4-5 വർഷം മുൻപേ അവൻ അവിടെ കിടക്കുകയാണ്. അപ്പോൾ എന്നിട്ട് അവന് സുഖം പ്രാപിക്കാൻ കഴിയുന്നില്ല, സുഖം പ്രാപിച്ചിട്ടില്ല. കാരണം ഇതുപോലെ നമ്മുടെ ഇപ്പോഴൊക്കെ അങ്ങനെ തന്നെയൊക്കെയാണ് ഏകദേശവും ഉള്ള സമൂഹം. ആ ആവശ്യമുള്ളവരെ സഹായിക്കുന്നില്ല, അർഹിക്കുന്നവരെ, ആ സഹായം ആവശ്യമുള്ളവരെ അല്ല സഹായിക്കുന്നത്, ആവശ്യമില്ലാത്തവരെ സഹായിക്കുക. അവർക്ക് ആരുടെയും ആ സഹായം ആവശ്യമില്ല, എല്ലാം ഇഷ്ടം പോലുണ്ട്, ചെയ്യാൻ ആളുകളുണ്ട് സഹായത്തിന്. പക്ഷേ നമ്മൾ കാണുന്ന അവരെ അങ്ങനെ സഹായിക്കും. കാരണം നമുക്ക് പകരം കിട്ടും. പകരം കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. പകരം കിട്ടി അവരിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ വേണ്ട. ഇപ്പോൾ സാധാരണ ഒരു വാഹനമില്ലാത്തവർ ഒക്കെ പോകുന്നു. ഇപ്പോൾ പള്ളിയിൽ പോകുന്നത് ഇപ്പോഴും അങ്ങനെയാണ് കാണുന്നത്. വാഹനമുള്ളവരെല്ലാം കയറ്റി, വാഹനമുള്ളവരെ അതിനകത്ത് കയറ്റിക്കൊണ്ട് പോകും. അവരൊന്ന് വാഹനം എടുക്കാമെന്നെങ്കിൽ ആഗ്രഹിക്കുമോ? അപ്പോൾ അവർ നടക്കാൻ ഇറങ്ങിയതായിരിക്കും, അതിൻ്റെ കൂടെ നടത്തുകയും എല്ലാം കൂടെ ആകുമല്ലോ പള്ളിയിൽ പോകുമ്പോഴെന്ന് വിചാരിക്കും. ആ നടക്കാൻ വയ്യാതെ എണീക്കാൻ വയ്യാതെ പോകുന്നവരെ തഴഞ്ഞിട്ട് പോവുക, കാണാത്തതുപോലെ അവരുടെ മുമ്പിൽ വെച്ചായിരിക്കും മറ്റവരെ കയറ്റിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ അന്നത്തെ സമൂഹവും അങ്ങനെയായിരുന്നു. നമ്മൾ കാണേണ്ടത് ഏതാണ്? ആ കുളക്കടവിൽ അവ ഇത്രയും വർഷം കൊണ്ട് കിടക്കുന്നു. കർത്താവ് ജനിക്കുന്നതിനും 4-5 വർഷം മുൻപേ അവിടെ കിടക്കുക. അവന് ഒന്ന് വെള്ളത്തിലോട്ട് ഇറക്കാൻ ആരുമില്ല, പിടിച്ചിറക്കാൻ. ജലം ഇളകുമ്പോൾ അവൻ പറയുന്നു, എന്നെ അങ്ങോട്ട് ഇറക്കാൻ ആരുമില്ല, അല്ലെങ്കിൽ ഞാൻ സുഖം പ്രാപിച്ചു പോയേനെ. അപ്പോൾ കർത്താവ് ചോദിക്കുന്നുണ്ട്, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അപ്പോഴാണ് അവൻ ഈ വിവരം പറയുന്നത്. പിന്നെ ആഗ്രഹമില്ലാഞ്ഞിട്ടാണ് ഇവിടെ കിടക്കുന്നത്. അവൻ ഉരുണ്ടോന്ന് ഇറങ്ങിയോ ആയിരിക്കും അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പോഴത്തേക്ക് വേറെ ആളുകൾ ഇറങ്ങി കഴിയും, മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞിരിക്കും. അപ്പം യേശു അവനോട് പറഞ്ഞ് എഴുന്നേറ്റ് കിടക്കുകയും എടുത്ത് നടക്കുക. അവനെയാണ് അങ്ങോട്ട് ചെന്ന് അവൻ ചെന്ന് കർത്താവിനെ വിളിച്ചു. അല്ലെ ആരെങ്കിലും പറഞ്ഞോ? അന്നത്തെ സമൂഹം ഇങ്ങനെയുള്ളവരെ, അവൻ മഹാപാപിയായതുകൊണ്ടാണ് ഇത്രയും വർഷക്കാലം കൊണ്ട് ഇത്രയും വലിയ തളർവാദം അവന് പിടിപെട്ടതെന്നാണ് വിശ്വസിക്കുന്നത്. ഇന്ന് നമ്മളിലും ഇല്ലേ പലരും ഇങ്ങനെ? വലിയ ദൈവാനുഗ്രഹം ഇല്ലാത്തതുകൊണ്ടാണ്. അത് അവൻ്റെ വിധിയാണ്, അവൻ അനുഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ ഈ കുളക്കടവിൽ കിടന്ന ആ രോഗിയുടെ
രോഗിയെ കണ്ടവരും കേട്ടവരും അറിഞ്ഞവരുമായ അന്ന് സമൂഹം തിരിഞ്ഞു നോക്കാതിരുന്നത് അതേ പകർപ്പ് നമ്മൾ കാണിക്കുകയാണ്, നമ്മൾ ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ കൂടുതലായിട്ട് അപ്പോൾ അത് ചിന്തിക്കണം. നമ്മൾ അങ്ങോട്ട് അറിഞ്ഞ് ചെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവൻ്റെ സഹായം ചെയ്യുകയാണ്. മറ്റുള്ളവർക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. അത് കൂടുതലായിട്ട് ചെയ്യുമ്പോൾ ആവശ്യമില്ലാത്തവരെ, ഇഷ്ടംപോലുള്ളവരെ അവർ നമുക്കും ചെയ്യുമല്ലോ, ഒരു കാലത്ത് ചെയ്തേക്കും എന്നുള്ളത് കൊണ്ട് അവരുടെ സന്തോഷത്തിന് വേണ്ടി, അവരുടെ പ്രീതി, അവരുടെ ഒരു ചിരി, അവരുടെ ഒരു കെട്ടിപ്പിടുത്തമൊക്കെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് അതൊരു പ്രത്യേക ഉന്മേഷമാണ്, അല്ലേ, ഒരു സന്തോഷമാണ്, മനസ്സിനുമൊക്കെ ഒരു കുളിർമയാണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ അതെങ്കിലും കിട്ടുമല്ലോ, അതൊക്കെ ചെയ്യും. മറ്റും പാവപ്പെട്ടവന് ചെയ്താൽ എന്തുവാ പ്രയോജനം? ആര് കാണാൻ, ആര് വകവയ്ക്കാൻ എന്നുള്ളത് കൊണ്ട് ചെയ്യത്തില്ല. അപ്പോൾ ചെയ്യുന്നത് ഒരു വലിയ പാപമാണ്. കർത്താവിൻ്റെ ഈ ഉപദേശത്തിന്, കർത്താവ് കാണിച്ച ഈ മാതൃകയ്ക്ക് എതിരായിട്ടുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് പാപമല്ലേ? കർത്താവ് നമുക്ക് ജീവിച്ച് ഈ അത്രയും വർഷക്കാലം ജീവിച്ചു, 33.5 വർഷക്കാലം ജീവിച്ച് കാണിച്ച് തന്നതാണ് നമ്മുടെ മാതൃക. വിശുദ്ധ യോഹന്നാൻസ്ലീഹയുടെ ലേഖനം 2-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ നടക്കുന്ന വഴിയിൽ കൂടി നടക്കണം, അവനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവർ. അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കണം, അതേ വഴിയിലൂടെയാണ് നടക്കേണ്ടത്. അപ്പോൾ അതാണ് കർത്താവ് ഇവിടെ ചെയ്തിരുന്നിട്ട് നമ്മൾ അങ്ങനെയാണോ ചെയ്യുന്നത്, നമ്മളൊന്ന് ചിന്തിക്കണം. അപ്പോൾ നമ്മൾ ഇനിയും വേറെ ഒന്ന്, ഇനിയിപ്പോൾ 2 കാര്യം പറഞ്ഞ് 3, ചിലപ്പോൾ നമുക്ക് സഹായിക്കാൻ പരിമിതികൾ അനുവദിക്കുന്നില്ല. നമ്മുടെ പരിമിതികൾ എനിക്കതിനൊക്കെ പറ്റുന്നില്ല, സഹായമില്ല, അല്ലെങ്കിൽ സമയമില്ല, അല്ലെങ്കിൽ സന്ദർഭം പോരാ, ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവരെ, എപ്പോഴും ക്ലേശിക്കുന്നവരെ നമ്മൾ സഹായിച്ചേ പറ്റുകയുള്ളൂ. അതാണ് നോയമ്പ് അല്ലെങ്കിലും ചെയ്യണം. കർത്താവ് അങ്ങനെ ചെയ്യുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 10 വരെ കാനായിലെ കല്യാണ വിരുന്നിൽ കർത്താവ് പറയുന്നുണ്ട്, നമ്മളൊക്കെ ഇവിടെ മാതാവിനോട് പറയുന്നുണ്ട്, നമ്മളൊക്കെ ഇവിടുത്തെ അതിഥികളാണ്, നമ്മളിതിനൊന്നും ബാധ്യസ്ഥരല്ല, നമുക്ക് എന്താ അവിടെ എനിക്കും നിനക്കും എന്ത് സ്ത്രീയെ, അതൊക്കെ അവിടുത്തെ സെമിറ്റിക് ശൈലിയാണ് കേട്ടോ, സ്ത്രീയെ എന്ന് പറയാൻ എനിക്കും ഒക്കെ ഒന്ന് പറയും. പിന്നെ നമ്മൾ തർജ്ജിമ ചെയ്യുമ്പോൾ ആ വാക്കല്ല ഉപയോഗിക്കണം. മലയാളത്തിൽ നല്ല വാക്കുകളുണ്ട്, ഓരോ ഗ്രേഡിനനുസരിച്ച്, ഓരോരുത്തരുടെ നിലയ്ക്കനുസരിച്ചുള്ള നിലവാരത്തിനനുസരിച്ചുള്ള വാക്കുകൾ മലയാളത്തിനുണ്ട്. അത് നമ്മൾ ചെയ്യാതെ തർജ്ജിമക്കാരുടെ തർജ്ജിമ ചെയ്തവരുടെ കുറ്റമാണത്. കാരണം ഒരു ഭാഷയിലോട്ട് തർജ്ജിമ ചെയ്യുമ്പോൾ ഏത് ഭാഷയിലോട്ട് തർജ്ജിമ ചെയ്യുന്നു ആ ഭാഷയുടെ നല്ല ശൈലിയാണ് ഉപയോഗിക്കേണ്ടുന്നത്, അവിടുത്തെ മറ്റേ ആ ശൈലി അതുകൊണ്ട്. അപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ അതില്ല, എല്ലായിടത്തും ഇത് സെമിറ്റിക് ഇത് ശൈലി പോലെ തന്നെ യു എന്ന് പറയാം, ആരെയും പറയാം, രാജാവിനെയും പറയാം. അതുകൊണ്ടാണ് ഈ പെന്തിക്കോസ്കാർക്ക് അല്ല മറ്റ് ചില പ്രോട്ടസ്റ്റൻറ്റുകാരും അങ്ങനെയുള്ള ചില കൂട്ടായ്മക്കാർക്കൊക്കെ ഇത് മാതാവിനെ വെറും തരം താഴ്ത്തിയാണ് കർത്താവ് പോലും കണ്ടത്. പിന്നെ നമ്മളെന്തിനാ ഇതിൻ്റെ പുറകെ നടക്കുന്ന കത്തോലിക്കരിങ്ങനെ ഒരുമാതിരി നാറിയ പണി കാണിക്കുന്നത്, എല്ലാവർക്കും കൂടെ ആക്ഷേപത്തിനെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ല. അത് നമ്മുടെ ഇതുകൊണ്ടാണ് നമ്മൾ ബൈബിള് അത് ഒരു റിവൈസ്ഡ് എഡിഷൻ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഭാഷയുടെ കുഴപ്പങ്ങളൊക്കെ തീർത്തണം. ഞാനതിനെ വേണ്ടി വിശദമായിട്ട് പോകുന്നില്ല. അപ്പം നമ്മൾ അവിടെ കർത്താവ് അവിടെ ചെന്ന് നമ്മുടെ സൗകര്യമൊന്നുമല്ല, അപ്പോൾ കർത്താവിന് പരിമിതികളുണ്ട്. എൻ്റെ കാലവും ആയില്ല, പരസ്യമായിട്ട് ഞാൻ ചെയ്യാനുള്ള പ്രവർത്തികൾക്ക് വേണ്ടിയുള്ള സമയമായിട്ടില്ല, പിന്നെ എന്തിനാ ചെയ്യുന്നത്? അപ്പം മാതാവിൻ്റെ നിർബന്ധപ്രകാരം ചെയ്തെങ്കിലും മാത്രവും അല്ല, കർത്താവിനും അത് തോന്നി, മനസ്സിൽ വേദന തോന്നി അവരോട്. മാതാവ് പറഞ്ഞിട്ടാണ് ചെയ്തെങ്കിലും കർത്താവിനും കൂടെ തോന്നാതിരുന്നാൽ ചെയ്യത്തില്ല. അപ്പോൾ കർത്താവിനും വേദന തോന്നി. എന്തുവാ? ക്ലേശിക്കുന്നവരെ സഹായിക്കണം. അവരുടെ ക്ലേശം, അപമാനം വല്ലാത്ത ഒരു അവമാനമാണ്. അത് യഹൂദൻ്റെ കല്യാണത്തിന് വിരുന്നിന് വീഞ്ഞില്ല, തീർന്നു പോയി എന്ന് പറഞ്ഞാൽ അവന് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. നമ്മുടെ ഇന്നത്തെ ചുറ്റുപാട് നമ്മൾ പറയുന്ന പോലെ എന്ത് വലിയ അവമാനമാണെന്നും ആക്ഷേപമാണ്. അപ്പോൾ അവൻ്റെ അന്തസ്സിന് തന്നെ അത് ഹാനിയാണ്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് കർത്താവ് അവിടെ സഹായിച്ചത്. അതുപോലെയാണ് നമ്മുടെ ആവശ്യം. എത്ര പരിമിതികളുണ്ട്. എനിക്ക് ജോലി സ്ഥലത്ത് ഓഫീസിൽ ചെല്ലണം, അല്ലെങ്കിൽ എനിക്ക് കുർബാനയ്ക്ക് പോകാനുള്ള സമയം കഴിഞ്ഞ് ഞാൻ വഴി കിടക്കുന്നത്, എനിക്ക് എന്തിനാ അവനൊരു അപകടം പറ്റി അവിടെ കിടക്കാൻ ഞാൻ നോക്കുന്നത്? അപ്പോൾ സമറയക്കാരൻ്റെ ആ ഉമ നമ്മൾ നോക്കണം. അവനും ധൃതി പിടിച്ച് ഓടുകയായിരുന്നു. എന്നിട്ട് അവൻ അത് ചെയ്തു, സമയങ്ങൾ ഇതെല്ലാം ചെയ്ത് അവന് വേണ്ടി ആ സമയമെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞു.
അതുപോലെയാണ് കർത്താവ് അവിടെയും ചെയ്തത്. അപ്പം നമ്മൾ സമയവും നമ്മുടെ സന്ദർഭം സാഹചര്യങ്ങളൊന്നും നോക്കാതെ നമ്മൾ അത് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അത് പരിമിതികൾ, നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്, അതൊന്നും അവിടെ ബാധകമല്ല. എവിടുന്നെങ്കിലും എങ്ങനെയെങ്കിലും അത് ചെയ്തേ മതിയാവൂ. അപ്പോൾ സഹായം ചെയ്യേണ്ടുന്നവരെ ഈ നോയമ്പിൽ പരസ്പരമായിട്ടുള്ള കരുണയും സഹതാപവും ഒക്കെ ഉണ്ടാകണം. അതിൻ്റെ മനസ്സിലുണ്ടാകുന്നതിൻ്റെ പ്രവൃത്തിയാണ്, അതിൻ്റെ ആക്ഷൻ തലമാണ് എന്തുവാ നമ്മൾ ഈ ചെയ്യുന്നത്, നമ്മുടെ ഈ പ്രവൃത്തികൾ, ഈ ചെയ്യുന്നകൾ ചെയ്യുന്നത്. അപ്പോൾ അതുണ്ടാകണം. ഇല്ലാതെ വെറും പ്രാർത്ഥന അധര വ്യായാമമായി പോകരുത്. നീണ്ട പ്രാർത്ഥന, കണ്ണീര് ഒരുപാട് ഒഴുക്കി, ഒരുപാട് കുമ്പിട്ടു, എന്തുവാ പ്രയോജനം? സമയം വെറുതെ കളഞ്ഞ് മറ്റുള്ളവരെ ബോധിപ്പിച്ചു, പാപം ബോധിപ്പിക്കാൻ ശ്രമിച്ചു, കർത്താവിനെ വഞ്ചിക്കാൻ ശ്രമിച്ചു, അടുത്ത പാപം. എന്തിനാ അത് ചെയ്യുന്നത്? സമൂഹത്തെ വഞ്ചിക്കുന്നു. ഇതെല്ലാം പാപം. അപ്പോൾ എത്ര പാപങ്ങളും കൂടെ അധികം നമ്മൾ ചെയ്യുന്നു. അപ്പോൾ ഇനി ഒന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഭക്ഷണത്തിൽ നിന്ന് നമ്മൾ ഒരുപാടുണ്ട്, ഞങ്ങൾ അകന്നിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അകന്നിരിക്കുമ്പോൾ ആത്മാവ് ലോക സുഖങ്ങളിൽ നിന്ന് അകന്നിരിക്കണം. നമ്മൾ അവിടെ പ്രാർത്ഥനയിലുള്ള ഒരു ഭാഗം ഞാനങ്ങ് ചുരുക്കി പറയുകയാണ്, ഇനി കൂടുതൽ പറയാൻ സമയമില്ല, വിശദീകരിച്ച് വായിച്ച് പറയാൻ. അപ്പോൾ ഭക്ഷണത്തിൽ നിന്ന് നമ്മളെ ശരീരം അകന്നിരിക്കുക, നമ്മൾ വർജിക്കുകയാണ്. ഒരുപാട് വർജനകളൊക്കെ നമ്മൾ ചെയ്യുന്നത്, അതൊക്കെ കാര്യമായിട്ട് വർജിക്കുന്നു. ആത്മാവ് എന്ത് ചെയ്യണം? അപ്പോൾ ആത്മാവ് ലോകസുഖങ്ങളിലാണെങ്കിൽ അതും കൂടെ ആലോചിച്ച്, എനിക്ക് പറ്റുന്നില്ലല്ലോ, ഇതെത്രയും എങ്ങനെ നോയമ്പങ്ങ് തീരട്ടെ, പിന്നെ വേണം ആരെങ്കിലും വിളിച്ചാൽ തന്നെ, കൂട്ടുകാർ വിളിച്ചാൽ തന്നെ വിരുന്നും കാര്യങ്ങളും അല്ലെങ്കിൽ കമ്പനി കൂടലും ഒക്കെ, അതൊക്കെ ഇതൊന്ന് കഴിഞ്ഞ് പാപം നിങ്ങൾ ചെയ്യാതിരുന്നിട്ട് പിന്നെ നിങ്ങൾ ഇത് ആണെന്ന് നോയമ്പാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിയിട്ട് ഇങ്ങനെ മനസ്സാണെങ്കിൽ വലിയ പാപമാണ് കേട്ടോ, വലിയ പാപമാണത്. ലോകസുഖങ്ങളിൽ നിന്ന് ആത്മാവിനെ നമ്മൾ മോചിപ്പിച്ചിരിക്കണം. അതുമാത്രമല്ല, ആത്മാവിൻ്റെ ഭക്ഷണം മുടക്കാൻ പാടില്ലല്ലോ. ഇല്ല, ഈ ആത്മാവാണ് ജീവൻ നൽകുന്നത്. ജീവൻ ആത്മാവാണ്, കർത്താവ് പറയുന്നില്ലേ യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ അത് ആത്മാവാണ് ജീവൻ, നിത്യജീവൻ പ്രാപിക്കേണ്ടുന്നത് അത് ആത്മാവാണ്. ശരീരം അങ്ങ് മണ്ണോടെ ചേരും. ശരീരം വർജിച്ചോട്ടെ, ആത്മാവിൻ്റെ ഭക്ഷണം വേണം. ആത്മാവിൻ്റെ ഭക്ഷണം എന്തുവാ? ധ്യാനം, വചനമാണ്. ആ വചനത്തിൽ നമ്മൾ കർത്താവ് വചനമാണ് നമുക്ക് തന്നത്, അത് നമ്മുടെ ആത്മീയ ഭക്ഷണമായിട്ട്. പിന്നെ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറ്റാത്തവർക്ക് എന്താണ്? ആ വചനം ഉണ്ടാക്കി നമ്മൾ എവിടെയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ പോകുന്നത്. വെറുതെ മറ്റുള്ളവരെ കാണിക്കാൻ പോകുന്നതായിരിക്കാം, പക്ഷേ അവരുടെ മുമ്പിൽ ഞാനും വലിയ ഭക്തയാണ് എന്ന് കാണിക്കാനായിരിക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല വേണ്ടി. അതിൻ്റെ സത്ത ഇതാണ്. നമ്മൾ ശരീരം ഭക്ഷണത്തിൽ നിന്നും സുഖങ്ങളിൽ നിന്നുമൊക്കെ വർജിക്കുമ്പോൾ, വിരമിച്ചിരിക്കുമ്പോൾ നമ്മുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തണം. ആത്മാവ് ശക്തിപ്പെടുത്താനുള്ള അവസരം അപ്പോഴാണ്, അല്ലെങ്കിൽ പറ്റുകയില്ല. ശരീരത്തിൻ്റെ സുഖഭോഗങ്ങളൊക്കെ നോക്കിയിരുന്നാൽ, അതിനെ പോഷിപ്പിച്ചിരുന്നാൽ ആത്മാവിൻ്റെ നിർജീവാവസ്ഥയായിരിക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ട് അപ്പോൾ നമുക്ക് അതൊക്കെ വർജിച്ച് ശരീരം ചെയ്യുമ്പോൾ ആത്മാവിനെ പോഷിപ്പിക്കണം. ആത്മാവിൻ്റെ ഭക്ഷണം വചനമാണ്. ഈ വായന, ധ്യാനം, നമ്മുടെ ടി വിയിൽ സീരിയലുകളും മറ്റുള്ളതുമൊക്കെ കാണുന്നതിന് പകരം ഈ നല്ല പ്രഭാഷണങ്ങളുണ്ട്, അതൊക്കെ കാണുക. അതൊക്കെ കണ്ട് കേട്ട് ആത്മാവിൻ്റെ ഭക്ഷണമായിട്ടിരിക്കുക. ആ നോയമ്പിനെ ധന്യമാക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂട്ടത്തിലാണ് നാവിനെയും കൂടെ നമ്മൾ സംയമനം ചെയ്യണം. അടുത്ത പോയിൻ്റ് ഞാൻ പറയും, നമ്മുടെ നാവാണല്ലോ ഇതിനെല്ലാം കുഴപ്പം ഉണ്ടാക്കുന്നത്. എല്ലാത്തിനും കുഴപ്പം അതാണ്. പാദം അവ കൊടുത്തത് തിന്ന് ഒരു മടിയും കൂടാതെ വാങ്ങിച്ച് തിന്നിട്ട് അവസാനം കർത്താവ് വന്ന് ചോദിച്ചപ്പോഴെന്തുവാ പറഞ്ഞേ? ഈ സ്ത്രീ നീ എനിക്ക് തന്ന സ്ത്രീയാണ്, കൂട്ടി തന്ന അവളെ എനിക്ക് കൊണ്ട് തന്നതാ, കൊള്ളരുതാത്തവളെ എനിക്ക് കൊണ്ട് തന്ന് എന്നെ ഇങ്ങനെ ആക്കി, അതുകൊണ്ട് ഞാനല്ല കുറ്റക്കാരൻ. അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ സാധാരണ എല്ലാവരും, അപ്പോൾ നമ്മൾ ഇന്നൊക്കെ എല്ലാവരും ഒക്കെ ചെയ്യുന്നത് ഇത് തന്നെയാണ്. ആ സ്ത്രീയാണ് കുറ്റക്കാരി. അപ്പം നാവ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനും വിധിക്കാനുമാണ് നമ്മുടെ നാവ് നമ്മൾ നോയമ്പിന് ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും വലിയ തെറ്റാണ്. അവിടെയാണ് നമുക്ക് ദുർഗന്ധം ഉണ്ടാകുന്നത്. പരിമളത്തിന് പകരം, നോയമ്പിൻ്റെ പരിമളം ഉണ്ടാകുന്നതിന് പകരം നോയമ്പിന് നമ്മുടെ ദുരാഴ്ചകൾ നിമിത്തം
ദുർഗന്ധം ഉണ്ടാകുകയാണ്. കർത്താവിൻ്റെ മുമ്പിൽ ദുർഗന്ധമായിട്ടാണോ നിൽക്കേണ്ടത്? അത് സാത്താൻ്റെ മുമ്പിൽ നിൽക്കാൻ നല്ലതാണ്. അപ്പോൾ സാത്താൻ്റെ മുമ്പിലാണ് നമ്മൾ. അങ്ങനെ നമ്മളെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഉപസംഹരിക്കാം. ഈ ചിന്തകളെല്ലാം നിങ്ങൾ മനസ്സിലിരിക്കട്ടെ, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണേ. ഇത് എൻ്റെ അറിയാമല്ലോ, ഈ ചാനൽ മറ്റുള്ളവരെ പരിചയപ്പെടുത്തണം. ഇത് റിയൽ വേ ഒഫീഷ്യൽ ബൈബിൾ സ്റ്റഡി തോമസ് മീനത്തേതിൽ എന്നുള്ളതാണ് ഈ ചാനലിൻ്റെ പേര്. ഇത് എല്ലാവർക്കും പരിചയപ്പെടുത്തണം. അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും കൊടുത്ത് ഈ നോയമ്പ് കാലത്ത് എല്ലാവരെയും ഇതിൽ പങ്കെടുപ്പിക്കുക. വലിയൊരു സുവിശേഷ പ്രഘോഷണമാണ്. നിങ്ങളും അങ്ങനെ ചെയ്യുന്നവരും ധ്യാനം നടത്തുന്നതിന് തുല്യമാണത്. വലിയ ദൈവാനുഗ്രഹമായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഉപസംഹരിക്കാൻ ഞാൻ പറഞ്ഞ പ്രാർത്ഥന ഓർമ്മയിരിക്കണം. കർത്താവേ, എൻ്റെ ബോധതലങ്ങൾ, എൻ്റെ അധരങ്ങൾ, നാവ്, ഇതെല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടേതുപോലെ ആക്കി തീർക്കണമേ. എനിക്ക് എൻ്റെ ഈ ഇതെല്ലാം എടുത്തിട്ട് അങ്ങയുടേതായിട്ട് എന്നിൽ നിക്ഷേപിക്കണമേ എന്ന് ആ പ്രാർത്ഥന എപ്പോഴും നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ബോധതലങ്ങളിൽ നിറഞ്ഞു നിൽക്കട്ടെ. ആമീൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമീൻ.